പാവേൻ്റെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ സേതു വളരെ വിഷമത്തിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മായ വന്നിട്ട് പറയാണ്, ശ്വേതേട്ടാ, ഭരത് ഏതായാലും വേറെ ആരെയും നോക്കണ്ടായിരുന്നു, ഭാവനയോട് പറയാമായിരുന്നു അവൻ്റെ നീക്കങ്ങളൊക്കെ. അത് അവളല്ലേ ആദ്യം അറിയേണ്ടത്. ഇപ്പോൾ അതേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൾ അറിഞ്ഞത്. അപ്പോൾ സേതു പറയുന്നുണ്ട്, ഭാവന എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. മായ പറയാണ്, ഇടരാതിരിക്കോ സേതുട്ടാ, സ്വന്തം മകനെ പോലെയല്ലേ ഭരത്തിനെ അവൾ നോക്കിയത്. എല്ലാത്തിനും കാരണക്കാരി അമ്പാലിക ആൻറ്റിയാണ്. ഭാവനയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഈ കളിയൊക്കെ കളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ സേതു പറയുന്നുണ്ട്, ഭാവനയെ തോൽപ്പിക്കണമെങ്കിൽ അവർ ഇനി 100 ജന്മം എടുക്കണം. അപ്പം മായ പറയാണ്, നമ്മളെന്തിനാ മറ്റുള്ളവരുടെ മേൽ പഴിചാറുന്നത്? എല്ലാത്തിനും തെറ്റുകാരൻ ഭരത് തന്നെയല്ലേ. നമ്മളെല്ലാവരും അവൻ്റെ ശത്രുക്കളാണ് ഇപ്പോൾ. അതാണ് അവൾ ഭാവനയോട് പറഞ്ഞത്. അപ്പോൾ മായ പറയുന്നുണ്ട്, അവനല്പം സ്വതന്ത്ര ചിന്താഗതി കൂടുതലാണ്. ഇപ്പോഴേ മാറി നിന്നെങ്കിൽ എല്ലാം ശരിയാവുമെന്ന് തോന്നലാണ് അവൻ. പിന്നെ അരുന്ധതി ഉണ്ടല്ലോ, അവളെല്ലാത്തിനും തടസ്സം നിന്നോളൂ. എങ്ങനെ അവനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് അവൾക്കറിയാമെന്ന് പറയട്ടെ മായ. അപ്പോൾ സേതു പറയുന്നുണ്ട്, ഇപ്പോൾ അവൻ്റെ ഇന്റർവ്യൂ നടന്നു, ഇനി അപ്പോയിൻമെന്റ് ലെറ്ററും കൂടി കയ്യിൽ കിട്ടിയാൽ അവൻ്റെ കളറാകെ മാറിയില്ലേ. അതുകൊണ്ട് അരുന്ധതി വളരെ ബുദ്ധിപൂർവ്വമേ ഇനി നിൽക്കുള്ളൂ. അങ്ങനെ മാറിയെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവൾക്കും അറിയാം എന്ന് മായ പറയാണ്. എന്തായാലും അമ്പാലികാനോട് എന്തെങ്കിലും ഒരു അംശം അവൾക്കും കിട്ടാതിരിക്കില്ലല്ലോ. അപ്പോൾ സേതു പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അവരുടെ കാര്യം നോക്കത്തേ വേണ്ട. മനുഷ്യത്വം മരവിച്ചവരാണ് അമ്പാലിക. ഇനി അവരുടെ കാര്യം നമ്മൾ സംസാരിക്കണ്ട. മനുഷ്യത്വം ഉണ്ടെങ്കിൽ അമ്മയും കൂടപ്പിറപ്പുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവൻ വരട്ടെ എന്ന് പറയട്ടെ സേതു. അപ്പം മായ പറയുന്നുണ്ട്, അതെ, അതാണ് ശരി. വെറുതെ എന്തിനാ കിട്ടാത്ത സ്നേഹം പിടിച്ച് വാങ്ങിക്കാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് സേതു അവിടെ എണീറ്റ് പോവാൻ കേട്ടോ. പിന്നീട് അവിടേക്ക് ഭാനു വരുമ്പോൾ മായ പറയുന്നുണ്ട്, സേതുവേട്ടൻ നല്ല വിഷമമുണ്ട്, ഒത്തിരി കരഞ്ഞു. സേതുവേട്ടൻ ഒന്നുമില്ലെങ്കിലും തലമൂത്ത സഹോദരനല്ല. ഭരതിന്റെ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറയായിരുന്നു. അവനെ ഉടൻ തന്നെ പോലീസാവും SI ആവുമെന്നൊക്കെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാന്ന് പറയാണ്. ഭാനു പറയണ്ടേ, മായച്ച് പോയി സമാധാനിപ്പിക്കുക സേതുവേട്ടന്. പിന്നീട് മായ പറയുന്നത്, ഭരത്തിനോട് രാവിലെ പോയി അമ്പലത്തിൽ പോയി തൊഴാനൊന്നും പറയാൻ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഭാനു പറയുന്നത്, അരുന്ധതി പോകും, വേണമെങ്കിൽ ഞാൻ അരുന്ധതിയെ വിളിച്ച് പറയാം. ഇതൊന്നും ആരുടെ നിർബന്ധത്തിന് ചെയ്യേണ്ട കാര്യമല്ല, സ്വയം മനസ്സിൽ തോന്നേണ്ടതാണ്. പിന്നീട് മായ പോയി സേതുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കാണിക്കുന്നത് മോഹിനിയുടെ വീടാണ്. അവിടെ ജാനകി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ചെയറും ടേബിളൊക്കെ. ഇടയ്ക്ക് അവര് വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടേക്ക് സരസ്വ വരികയാണ്. നാത്തൂനൊന്നും തോന്നരുത് കേട്ടോ, തീരെ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ എന്ന് പറയാണ്. പിന്നീട് പറയുന്നുണ്ട്, ഒരുപാടങ്ങ് വൃത്തിയാക്കി കഷ്ടപ്പെടണ്ട കേട്ടോ. ഈ പൊടിയൊക്കെ തൂത്തുവാരിയിട്ട് ഈ നിലം അങ്ങ് വൃത്തിയാക്കി തുടച്ചിട്ടാൽ മതി. അത് കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ, പിന്നീട് ഞാൻ അടുക്കളയിൽ ജോലിയാവുമ്പോൾ വിളിക്കും. അല്ലെങ്കിൽ മോഹിനി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നാത്തൂനെ കൊണ്ട് ഇടയ്ക്കിടക്ക് ചെറിയ ചില പണികളൊക്കെ എടുപ്പിക്കണം. ശരീരം അനങ്ങാതിരുന്നാലേ രക്തയോട്ടം കിട്ടില്ല നാത്തൂനെ എന്ന് പറയാൻ കേട്ടോ സരസു. ഇത് കേൾക്കുമ്പോൾ ഒരുമാതിരി ചിരിച്ചിരിക്കാൻ കേട്ടോ ജാനകി. സന്തോഷം സരസു, നിന്റെ മോനെങ്കിലും എന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ സരസു പറയുന്നുണ്ട്, വലിയ സൗകര്യത്തിലൊക്കെ ജീവിച്ച നാത്തൂനല്ലേ, ഇതൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ നാത്തൂനെ, അതുകൊണ്ടാണെന്ന് പറയണ്ട. അപ്പൊ ജാനകി മനസ്സിൽ വിചാരിക്കുകയാണ്, എന്റെ ഗതി ഇതാണെങ്കിൽ അപ്പോൾ പല്ലവിയുടെ ഗതി എന്തായിരിക്കും. അപ്പോൾ സരസു പറയാണ്, പിന്നെ ഈ പല്ലവിയെ കൊണ്ട് മോഹിനി ഒന്നും ചെയ്യിക്കില്ല കേട്ടോ, അവൾ വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയല്ലേ, എന്നാലും ഇടയ്ക്കൊക്കെ എന്നെ സഹായിക്കാൻ വരട്ടോ, ഈ അമ്മയുടെ മോളല്ലേ എന്ന് പറയാട്ടോ ജാനകിയെ നോക്കിക്കൊണ്ട്. എത്ര ഭംഗിയായിട്ടാണ് നിലം തുറക്കുന്നതെന്ന് അറിയുമെന്ന് പറയുമ്പോൾ ജാനകി സരസു എന്ന് വിളിക്കുകയാണ്. ഇവിടെ മോപ്പൊന്നുമില്ലേ? അപ്പൊ ഒന്നും അറിയാത്ത പോലെ സരസു ചോദിക്കുകയാണ്, എന്താണ് മോപ്പ്? അതെ, ഇവിടെ നിന്നുകൊണ്ട് നിലം തുടക്കുന്ന സാധനം. അതൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്കിങ്ങനെ നിലത്തിരുന്ന് തുടക്കുന്നതാ ഇഷ്ടം എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ജാനകി ഓ എന്ന് പറഞ്ഞ് വീണ്ടും പണി തുടരുകയാണ്. അതിന്റെ ഇടയ്ക്ക് പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ട് ആന്റി എന്ന് വിളിക്കാൻ കേട്ടോ. അപ്പോഴാണ് അവൾ ജാനകിയെ ശ്രദ്ധിച്ചത്. അപ്പോൾ പല്ലവിയുടെ മുഖം വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പല്ലവി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എവിടെ ആന്റിയെ? തുണി അലക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ കേട്ടോ. പല്ലവി പറയുന്നുണ്ട്, അച്ഛൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തുണി അലക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നത് എന്ന് പറയാണ്. അപ്പോൾ സരവി പറയുന്നുണ്ട്, ഇവിടെ ഉത്തമേട്ടന്റെ വസ്ത്രം ഉത്തമേട്ടൻ സ്വന്തം തന്നെയാണ് അലക്കാറിഞ്ഞ, ഇല്ലെങ്കിൽ ഞാൻ അലക്കിപ്പിക്കുമെന്ന് പറയാണ്. അപ്പം ജാനകി മനസ്സിൽ വിചാരിക്കണ്ടേ, എന്തായാലും സ്വന്തമായിട്ട് തുണിയൊക്കെ അലക്കട്ടെ, അപ്പോഴെങ്കിലും എല്ലാം മനസ്സിലാവുമല്ലോ. അപ്പോഴാണ് കേട്ടോ ഉത്തമന് കുറേ ഡ്രസ്സുമായിട്ട് നടന്നു പോകുന്നത്. അപ്പം സരസു ചോദിക്കണം, ഉത്തമേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത്? കണ്ടില്ല സരസു, എനിക്ക് ഇന്ന് നേരത്തെ പോകണം, അതുകൊണ്ട് ഒരുപാട് ഡ്രസ്സ് അലക്കാണ്ട് ഞാൻ അലക്കാൻ പോവുകയാണെന്ന് പറയാണ്. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, കണ്ടില്ലേ അവിടെ പല്ലവിയുടെ അച്ഛൻ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണോ, എങ്കിൽ അലക്കി കഴിഞ്ഞോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുഗുണൻ അങ്ങോട്ട് പോവാട്ടോ. അവരെല്ലാം പോയതിനു ശേഷം ജാനകി പല്ലവി എന്ന് പറയുന്നുണ്ട്, നോക്കിക്കൊണ്ടിരിക്കാതെ ഒന്ന് സഹായിക്കടി. അപ്പൊ പല്ലവി പറയുന്നുണ്ട്, ആയ കാലത്ത് എന്നെ മുറ്റമടിപ്പിക്കാൻ നിലം തുടപ്പിക്കാനും പഠിപ്പിക്കാതെ ഗുണയും മേഷണയും അസൂയയും കുത്തി നിറച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന്. എനിക്ക് മുറ്റമടിക്കാൻ അറിയുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. ഇങ്ങനെ പല്ലവി പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, നോക്കിക്കൊടി, നീ ഇതിനെല്ലാം അനുഭവിക്കൂ. ഇത് കേട്ടത് ഉടൻ തന്നെ പല്ലവി പറയാണ്, ഇങ്ങനെ ആരോ പറഞ്ഞതിനായിരിക്കുമല്ലേ ഇപ്പോൾ അമ്മ ഇങ്ങനെ അനുഭവിക്കുന്നത്? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ. മോഹിനിയുടെ അച്ഛനും അമ്മയും അന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ അമ്മ എങ്ങനെ പെരുമാറിയതെന്ന് ഓർമ്മയില്ലേ? മിക്കവാറും അതിനുള്ള മറുപടി ആയിരിക്കും ഇത്. ഇങ്ങനെയെല്ലാം പല്ലവി പറയുമ്പോൾ ജാനകി വളരെ സങ്കടത്തോടെ തന്നെ എല്ലാം കടിച്ചു പിടിച്ച് സഹിച്ചു നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിജയപത്മൻ ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുകയാണ്.
ദൈവമായി എന്തൊരു ഗതികേടാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അലക്കുന്നത്. ആ സമയത്ത് തന്നെ അവിടേക്ക് സുഗുണപാലൻ കടന്നു വരുന്നു. അവർ പറയുന്നുണ്ട് എനിക്കും ഒരുപാട് അലക്കാനുണ്ട്, ഞാൻ അലക്കിയിട്ട് അലക്കാന്ന് പറയുമ്പോൾ വിജയപത്മ പറയുന്നുണ്ട് ഞാനിത് അലക്കി തീരട്ടെ എന്നിട്ട് അലക്കാന്ന് പറയാണ്. എനിക്ക് അധിക സമയമൊന്നും ഈ തണുപ്പത്ത് നിൽക്കാൻ പറ്റില്ല, എൻ്റെ കാല് വിറയും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് എൻ്റെ വീട്, എൻ്റെ കല്ല്, ഞാൻ അലക്കിയിട്ട് നീ അലക്കിയാൽ മതി എന്നൊക്കെ സുഗുണൻ പറയാൻ കേട്ടോ. അല്ലെങ്കിലും അലക്കി തേച്ചിട്ട് നീ എവിടെ പോകാനാ, ഇനി പോകാൻ എവിടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് വിജയപത്മനെ കളിയാക്കാൻ കേട്ടോ അവന്. ഇതിലൊക്കെ വിജയപത്മൻ പറയുന്നുണ്ട് ഉത്തമ, ഞാൻ എൻ്റെ ഗതികേട് കൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അന്ന് താൻ എൻ്റെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ തന്നെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്തത് തനിക്ക് നല്ല ഓർമ്മയില്ലേന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഉത്തമ പറയുന്നുണ്ട് അത് അന്ന് എൻ്റെ നിവർത്തിക്കേടാണ്, പക്ഷെ താൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തൻ്റെ ഗതികേട് കൊണ്ടാണ്. ഗതി കെട്ടവൻ ഏത് പുലിയായാലും പുല്ല് തിന്നേ മതിയാവൂ എന്നൊക്കെ പറയാൻ കേട്ടോ വിജയപത്മനോട്. അതിനിടയിൽ ഉത്തമനെ കോൾ റിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സരസ് ഫോണുമായിട്ട് വരികയാണ് കേട്ടോ. ഫോൺ അറ്റൻഡ് ചെയ്തതും എനിക്ക് ഉടനെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സെല്ലാം എടുത്തിട്ട് സരസുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ. ഉത്തമൻ പോയ ശേഷം സരസു ഇതെല്ലാം വിജയപത്മനെ കൊടുത്തിട്ട് പറയും എന്തായാലും നിങ്ങൾ അലക്കല്ലേ, ഇതും കൂടി അലക്കിക്കോ, നാളെ ഉത്തമേട്ടന് പോകുമ്പോൾ ഇടാനുള്ളതാ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സും വിജയപത്മനെ അലക്കാൻ കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ജാനകി വെള്ളം എടുക്കാനായിട്ട് ബക്കറ്റുമായി വരുന്നത്. ഇത് ആരുടെ ഡ്രസ്സാന്ന് ചോദിക്കുമ്പോൾ അത് ഉത്തമൻ്റെതാന്ന് പറയട്ടെ വിജയപത്മൻ. നമ്മുടെ ഗതി കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നതെങ്കിൽ അവർ നമ്മളെ മുതലെടുക്കുകയാണ് എന്ന് പറയാട്ടോ ജാനകി. ഇതൊക്കെ ജാതകത്തിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ജാനകി സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് അംബാലികയുടെ വീട്ടിലെ ഭരത് ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അരുന്ധതി വന്നിട്ട് ഇന്റർവ്യൂ ലെറ്റർ കയ്യിലെടുത്തിട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇന്റർവ്യൂ ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ ഭരതേട്ട, അത് പിന്നെ പറയാനുണ്ടോ എന്ന് പറയാട്ടോ ഭരത്. ആന്റി നമ്മളെ കാത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് അരുന്ധതിയെയും വിളിച്ചിട്ട് ഭരത് താഴോട്ട് പോവാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് അഭിയും ഭാവനയും വരുന്നത്. ഭരത് താഴെ എത്തിയ ഉടനെ തന്നെ അംബാലികയുടെ ആൻറ്റി എന്നെ അനുഗ്രഹിക്കണം, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ. ഇത് കണ്ടുകൊണ്ടാണ് ഭാവന അകത്തേക്ക് കയറി വരുന്നത്. ഇതെല്ലാം വളരെ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കി നിൽക്കാൻ കേട്ടോ ഭാവന. അതിനുശേഷം ഭരത്തെ എന്ന് വിളിക്കാൻ. ഇത് കേട്ട് ഭരത്തും അരുന്ധതിയും അംബാലികയൊക്കെ തിരിഞ്ഞു നോക്കിയാണ്. അബിയെ കണ്ടതും അംബാലിക ചോദിക്കുന്നു എന്താടാ നീ ഇവിടെ വഴി തെറ്റി വന്നതാണോ? അപ്പൊ അബി പറയുന്നുണ്ട് അല്ലമ്മേ, ഞാൻ ശരിയായ വഴിയിൽ തന്നെയാ വന്നത്. പിന്നീട് ഭാവന ഭരത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഇവിടെ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? പുന്നാര അമ്മായി മരുമകനെ സന്തോഷിച്ച് യാത്രയാക്കുന്ന ആ നിമിഷത്തിലേക്ക് തന്നെ വന്നെത്തിയതിന് ഞാനും അഭിമാനം കൊള്ളുകയാണെന്ന് പറയട്ടെ ഭാവന. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന ഒന്നേ ഉള്ളൂ, അത് സമയമാണ്. ആ സമയത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. എന്തായാലും ഇന്റർവ്യൂവിന് ഇനിയും സമയം ധാരാളമുണ്ട്. അംബാലിക ചോദിക്കുന്നുണ്ട് ഭാവന എന്താണ് നിന്റെ ഉദ്ദേശം? എന്താ എൻ്റെ ഉദ്ദേശം എന്താ നിങ്ങൾക്ക് അറിയണമെന്ന് ചോദിക്കുകയാണ്. അതെ, ഇന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പയ്യൻ ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്, അതും കേരള പോലീസ്. അവൻ നാളത്തെ സബ് ഇൻസ്പെക്ടർ ആവാൻ പോവുകയാണ്. പക്ഷെ പാവം അവൻ്റെ ചേച്ചി രാവും പകലും കഷ്ടപ്പെട്ട് ഉറക്കം ഒഴിച്ച് സമ്പാദിച്ച് അവനെ ഒരു നിലയിൽ എത്തിച്ചതാ. പക്ഷേ അവനതെല്ലാം മറന്നു. ഇപ്പോൾ അവനെ ഒരു കുടുംബം കലക്കിയായ സ്ത്രീയെ കൈയടക്കി വെച്ചിരിക്കുക. ഇത് കേൾക്കുമ്പോൾ അംബാലിക്ക് പൊള്ളുകയാണ് കേട്ടോ. ഭാവനെ സൂക്ഷിച്ച് സംസാരിക്കണം. ഭരതും പറയുന്നുണ്ട് എന്നെ ഇവിടെ ആരും കൈയടക്കിയൊന്നും വെച്ചിട്ടില്ല. കേൾക്കും ഭാവന പറയാൻ മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിച്ച് തീരട്ടെ. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അവന് ചേച്ചിയും വേണ്ട, അമ്മയും വേണ്ട, കൂടപ്പിറപ്പുകൾ ആരെയും വേണ്ട, എല്ലാവരെയും മറന്നുകൂടി എന്തിന് പെറ്റമ്മയെ വരെ മറന്നുകൊണ്ട് അവൻ ഇന്റർവ്യൂവിന് പോവാണ്. പക്ഷെ അവനെ അങ്ങനെ വിടാൻ ഞാൻ തയ്യാറല്ല. ചേച്ചിയോട് പറയാത്തത് പോട്ടെ, പക്ഷെ നൊന്തു പെറ്റ അമ്മയോട് പറയാതെ പോകുന്നത് ശരിയാണോ? ശരിയല്ല. അതുകൊണ്ട് സ്വന്തം അമ്മയെ കണ്ടിട്ട് അനുഗ്രഹം വാങ്ങിച്ച് യാത്ര പറഞ്ഞിട്ട് അവൻ പോയാൽ മതി എന്ന് ഞാനങ്ങ് തീരുമാനിച്ചെന്ന് ഭാവന പറയുമ്പോൾ ഭരത് പറയാണ് അതെ, ആരോടൊക്കെ യാത്ര പറയണം, അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ എനിക്കറിയാം, എന്നോട് ആജ്ഞാപിക്കാൻ വരണ്ട എന്ന് പറയുമ്പോൾ ഭാവന അവന്റെ കോളറിന് പിടിക്കാട്ടോ ചേട്ടാ. എന്നിട്ട് മുഖത്തൊന്ന് കൊടുക്കാട്ടോ. അരുന്ധതി അംബാലികം എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുക. എന്നിട്ട് ഭാവന പറയുന്നുണ്ട് നീ ആരോടാണ് ആജ്ഞാപിക്കണ്ട എന്ന് പറയുന്നത്? നീ ആരാണെന്നാണ് നിന്റെ വിചാരം, പറയടാ എന്ന് ഭാവന പറഞ്ഞിട്ട് അവനെ കോളർ വീണ്ടും പിടിക്കാൻ. നീ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് ഇന്റർവ്യൂവിന് പോയാൽ മതി എന്ന് പറയാൻ കേട്ടോ. ഇല്ല, ഞാൻ പറയില്ല എന്ന് വളരെ ഉച്ചത്തിൽ തന്നെ ഭരത് പറയാൻ. വാ എന്ന് ഭാവന വിളിക്കുമ്പോൾ എന്നാ പിന്നെ എന്നെ കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് ഭരതും പറയാൻ കേട്ടോ. എന്നിട്ട് അവൻ ചെയർ നീക്കിയിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അംബാലികയായിട്ട് ഇതെല്ലാം കണ്ട് ചിരിക്കുകയാണ് കേട്ടോ. ഭാവന അല്പസമയം എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പോയിട്ട് ഭരതിന്റെ കയ്യിൽ നിന്നും ആ ലെറ്റർ വാങ്ങിക്കാൻ കേട്ടോ. ഉടനെ തന്നെ ഭരത് ചേച്ചി ആ ലെറ്റർ എങ്ങത്താ എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ പിന്നാലെ കൂടാണ്. ഭാവനയാട്ടെ വിട് എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവന ആ ലെറ്റർ കീറുന്നത് പോലെ കാണിക്കുകയാണ്. ചേച്ചി കീറരുതെന്ന് ഭരതും അപേക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഈ ജോലി നിനക്ക് നേടിത്തന്നത് ആരാണെന്ന് നിനക്കറിയാമെങ്കിൽ നിന്നെ കൊണ്ടുപോകാനും എനിക്കറിയാം എന്ന് പറയണ്ട ഭാവന. ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ അച്ഛന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. അപ്പോൾ ഭരത് പറയുന്നുണ്ട് ചേച്ചി അത് കീറരുത്, ഞാൻ വരാം. ഇത് കേട്ടത് അംബാലികനെ മുഖക്കാകെ വിളറാൻ കേട്ടോ. എന്നിട്ട് ഭാവന എങ്കിൽ നടക്കുക എന്ന് പറയാൻ കേട്ടോ. അപ്പൊ അരുന്ധതി വന്നിട്ട് പോയിട്ട് വാ ഭരതേട്ട എന്ന് പറയുന്നുണ്ട്. ശേഷം അവൾ അംബാലികരെ മുന്നിൽ ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വിലയിടാൻ ആന്റി ഒരുപാട് ജന്മം കൂടി ജനിക്കേണ്ടി വരും.
എൻ്റെ അനിയൻ അവസാനം എൻ്റെ അടുത്തേക്ക് തന്നെ വരും, അതെനിക്ക് ഉറപ്പാണ്. കഥകളിൽ പോലും കാണില്ല നിങ്ങളുടെ പോലെ ഒരു രക്തരാക്ഷസ്. ഇങ്ങനെയൊക്കെ അമ്പാലികയോട് പറഞ്ഞു വാടാ എന്ന് പറഞ്ഞിട്ട് ഭരതിൻ്റെ കൈയും പിടിച്ച് കൊണ്ടുപോയി കാറിൽ കയറ്റാൻ കേട്ടോ. എന്നിട്ട് അഭിയും ഭാവനയും ഭരതിനെയും കൂട്ടിയിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ ഗായത്രി വളരെ വിഷമത്തോടെ തന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് സംസാരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയതാണ് ഭാവന ഭരത്തിനെ. എന്നിട്ടിപ്പോൾ ഭാവനയോട് പോലും ഒരു വാക്ക് പറയാതെയാണ് അവൻ ഇന്റർവ്യൂവിന് പോകുന്നത്. ഭാവനയോട് അവൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അവന്റെ അറിവില്ലായ്മയായി കണ്ട് അവനോട് പൊറുക്കണം, അവനെ ഇന്റർവ്യൂവിൽ പാസ്സാക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ ഗായത്രി. ആ സമയത്താണ് അവിടേക്ക് ഭരതിന്റെ കൈയും പിടിച്ചിട്ട് ഭാവന കയറി വരുന്നത്. അമ്മയെന്ന് ഭാവന വിളിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഗായത്രി തിരിഞ്ഞു നോക്കുന്നത്. ഭരതിനെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. പിന്നീട് അവൻ ശ്രദ്ധിച്ചത് ഗായത്രി ഭരതിനെ കൈ പിടിച്ചതും ഭരത്താണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ കൈ മുറുകെ പിടിക്കുന്നത് കേട്ടോ. ഇത് കണ്ടതും അവരുടെ മുഖമാകെ മാറുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ അഭി വന്നതും ഭാവനയുടെ കയ്യിൽ ഇന്റർവ്യൂ ലെറ്റർ കണ്ടപ്പോഴൊക്കെ ഗായത്രി നമുക്ക് ഏകദേശം കാര്യം പിടികെട്ടിട്ടുണ്ട് കേട്ടോ. ശേഷം ഭാവന ഭരതിനെ കൊണ്ടുവന്നിട്ട് അമ്മയുടെ മുന്നിലേക്ക് കൂടി നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നോട് യാത്ര പറയാനോ അനുഗ്രഹം വാങ്ങിക്കാനോ നീ നിൽക്കണ്ട, പക്ഷേ അച്ഛനോടും അമ്മയോടും പറയാതെ നീ ഇന്റർവ്യൂവിന് പോകണ്ട. ഇങ്ങനെ ഭാവന പറയുമ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട്, ഇവന്റെ ഇഷ്ടമില്ലാതെ എന്തിനാ കുഞ്ഞെ നീ ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അപ്പൊ ഭാവന പറയാണ്, ഇതുവരെ ഇവന്റെ ഇഷ്ടം നോക്കിയിട്ടില്ലല്ലോ അമ്മേ, ഞാൻ ഇവനെ പഠിപ്പിച്ചതും ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചതും. അതുപോലെ എൻ്റെ അച്ഛനോടും അമ്മയോടും യാത്ര ചോദിച്ചിട്ട് ഞാൻ ഇവനെ കൊണ്ടുവിടൂ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഭാവത്തിലെ ഭരത് തലയാട്ടാണ്. ആദ്യം നീ അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അനുവാദം ചോദിക്കും, അറിയാലോ സമയം നിനക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഭരതിനൊരു കുലുക്കമില്ല. അവസാനം ഭാവന ഭരതിനെ പിടിച്ചിട്ട് ഫോട്ടോയുടെ മുന്നിലേക്ക് തള്ളിയിടുകയാണ്. ചെല്ലടാ, ചെന്ന് അനുഗ്രഹം വാങ്ങിക്കെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഭരത് ഫോട്ടോയുടെ മുന്നിൽ നിന്ന് കൈ കൂപ്പി നിൽക്കുകയാണ്. അച്ഛ, ഇന്ന് എനിക്ക് ഇന്റർവ്യൂ ആണ്, അച്ഛൻ്റെ എല്ലാ അനുഗ്രഹം എനിക്കുണ്ടാവണം എന്ന് അവൻ മനസ്സിൽ പറയാൻ കേട്ടോ. പിന്നീട് അവൻ വീണ്ടും ഭാവന അവരുടെ അടുത്തേക്ക് വരാണ്. ഭാവന പറയുന്നത്, ഇനി അമ്മയുടെ അനുഗ്രഹം വാങ്ങടാ. അപ്പോഴും അവൻ മനസ്സില്ലാ മനസ്സോടെ ഞാൻ നിൽക്കുകയാണ്. ഭാവന പറയുന്നത്, ഭരത് എനിക്ക് ഓർമ്മയല്ലോ, സമയം നമ്മെ കാത്തു നിൽക്കില്ല. എന്നിട്ട് വീണ്ടും ആ ഇന്റർവ്യൂ ലെറ്റർ കാണിക്കാൻ കേട്ടോ. അപ്പൊ ഭരത് മനസ്സില്ലാ മനസ്സോടെ ഗായത്രിയുടെ കാലിൽ വീഴാണ്. അവൻ വീഴുന്നത് കണ്ടപ്പോൾ ഗായത്രി പിന്നോട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഗായത്രി പറയുന്നുണ്ട്, നീ വന്ന് വീഴേണ്ടത് എൻ്റെ കാലിക്കലല്ലടാ, നിന്റെ ഈ ചേച്ചിയുടെ കാലിലാണ്. അത്രക്കും ഇവൾ നിനക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം മറന്ന് ഒരു നന്ദി കെട്ടവനെ പോലെ നീ ആ വീടും സ്വത്തും മോഹിച്ച് അവിടേക്ക് കയറിപ്പോയിരിക്കുന്നു. നന്ദി കെട്ടവനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗായത്രി. ഭാവന പറയുന്നത്, പോട്ടെ അമ്മ, എൻ്റെ കാലിൽ അവൾ വീണില്ലെങ്കിലും വേണ്ടില്ല, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം അവനുണ്ടാവണം. അതുകൊണ്ട് അമ്മ വേഗം അനുഗ്രഹിച്ച് അവനെ വിട്, ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഗായത്രി പിന്നീട് അവനെ അനുഗ്രഹിക്കുകയാണ്. അവൻ്റെ മുഖമാട്ടെ ഇവരോടൊന്നും ഒരു താല്പര്യവുമില്ലാത്ത രീതിയിൽ ദേഷ്യത്തോടെയാണ് കേട്ടോ പെരുമാറുന്നത്. എൻ്റെ മോൻ എന്തായാലും സന്തോഷത്തോടെ പോയി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥന എനിക്കുണ്ടാവും. മക്കൾ എത്ര ദുഷ്ടത കാണിച്ചാലും അച്ഛനമ്മമാർക്ക് അവർ പുറത്തു കൊടുക്കാനേ കഴിയും. അവർ പെരുമാറുന്നത് പോലെ തിരിച്ചു പെരുമാറാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയട്ടെ ഗായത്രി. പിന്നീട് അവിടെ സേതുവും മായയും ഭാനുവും എല്ലാവരും ഉണ്ടെങ്കിലും അവൻ അവരുടെ ആരുടെ മുഖത്തേക്ക് നോക്കുന്നില്ല കേട്ടോ. വലിയ അഹംഭാവത്തിൽ തന്നെ അവരിൽ നിന്ന് ഇറങ്ങാണ്. അതേസമയം അമ്പാലികയുടെ വീട്ടിലാവട്ടെ അമ്പാലിക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമാധാനവും ഇല്ലാതെ നടക്കുക കേട്ടോ. ആ സമയത്ത് പ്രതാപനും അരുന്ധതിയും വന്നിട്ട്, എന്തിനാ അമ്മ ഇങ്ങനെ ഒരു വിഷമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഭരതേട്ടൻ പോയിരിക്കുന്നത് അവരുടെ അച്ഛനെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ മറ്റെവിടേക്കുമല്ല, സ്വന്തം വീട്ടിലേക്ക് തന്നെയല്ലേ. അതിനെന്തിനാ അമ്മൻ ഇങ്ങനെ വെപ്രാളപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. അമ്മ ഇങ്ങനെ ഭരതേട്ടനെ വെച്ച് കളിക്കല്ലേ, ഭാവനേച്ചിയുള്ള പ്രതികാരം എന്നതിന് ഭരതേട്ടനെ ഒന്ന് ഉപയോഗിക്കുക. ഇനിയെങ്കിലും ഞങ്ങൾ സന്തോഷമായിട്ടൊന്ന് ജീവിക്കട്ടെ അമ്മേ. അല്ലെങ്കിൽ ഭാവനേച്ചി എന്ത് തെറ്റാ അമ്മയോട് ചെയ്തത്? അമ്മയല്ലേ അവരെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ നോക്കിയിട്ടുള്ളത്. എന്നിട്ട് ഭാവനേച്ചി അമ്മയോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, അല്ലെ പെരുമാറിയിട്ടുണ്ടോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അരുന്ധതിയും പ്രതാപനും അമ്പാലികയെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കാം കേട്ടോ.